നമസ്കാരം, ഞാൻ വികാസ് ഭദ്ര. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5 പോയിന്റ് പെർസ്പെക്റ്റീവിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 5 പോയിന്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു ബോക്സ് 1 പോയിന്റിലും 5 പോയിന്റിലും വരച്ചതിന് ശേഷം അത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതിയാകും. ആദ്യം പേപ്പറിൻ്റെ സെൻറ്ററിൽ ഒരു ഹൊറൈസൺ വരച്ച് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ഉപയോഗിച്ച് ഒരു ബോക്സ് വരച്ച് നോക്കാം. അടുത്തതായി ഇതേ ബോക്സ് 5 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരച്ച് നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ 5 പോയിന്റ് പെർസ്പെക്റ്റീവിൽ 5 വാനിഷിംഗ് പോയിൻ്റ് ആണുള്ളത്. ആദ്യം ഹൊറൈസൺ വരച്ചു, പിന്നീട് 2 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരച്ചതുപോലെ സെൻറ്ററിൽ കൂടി ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. 4 വാനിഷിംഗ് പോയിൻ്റ് വരച്ചതിന് ശേഷം സെൻറ്ററിൽ കാണുന്നതാണ് 5th അഥവാ 5ാമത്തെ വാനിഷിംഗ് പോയിൻ്റ്. 2 പോയിന്റ് പെർസ്പെക്റ്റീവിലെ പോലെ തന്നെ വാനിഷിംഗ് പോയിൻ്റ് 3ൽ നിന്ന് 4ലേക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് കേർവ് ലൈൻസ് ആയിരുന്നു. അത് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വാനിഷിംഗ് പോയിൻ്റ് 1ൽ നിന്നും 2ലേക്ക് വരച്ചത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. 5 പോയിന്റ് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ആ ഒരു ലൈൻസും കേർവ് ലൈൻസാണ്. അതാണ് 4 പോയിൻറ്റും 5 പോയിൻറ്റും തമ്മിലുള്ള മേജറായിട്ടുള്ള വ്യത്യാസം. അതായത് വാനിഷിംഗ് പോയിൻ്റ് 1ൽ നിന്നും 2ലേക്ക് കേർവ് ലൈൻസാണ്, വാനിഷിംഗ് പോയിൻ്റ് 3ൽ നിന്നും 4ലേക്കും കേർവ് ലൈൻസാണ്, ചിത്രത്തിൽ കാണുന്ന പോലെ. 5ാമത്തെ വാനിഷിംഗ് പോയിൻ്റ്, അതായത് സെൻറ്ററിൽ കാണുന്ന വാനിഷിംഗ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻസുകൾ മാത്രം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഗ്രിഡിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ 1 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരച്ച പോലെ ആദ്യം വരയ്ക്കേണ്ടത് ഫേസ് ആണ്. ബോക്സിൻ്റെ ഫേസ് വരയ്ക്കുക. അതിനുശേഷം വാനിഷിംഗ് പോയിൻ്റ് 5ലേക്ക് റഫറൻസ് ലൈൻസ് വരച്ച് ആ ബോക്സിൻ്റെ ഫോം വരച്ചെടുക്കാം. വൺ പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരച്ച ബോക്സും 5 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരച്ച ബോക്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും 1 പോയിന്റ് പെർസ്പെക്റ്റീവിൽ വരച്ച ബോക്സിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും സ്ട്രെയിറ്റ് ലൈൻസാണ്. അതേ ബോക്സ് 5 പോയിൻറ്റിൽ വരുമ്പോൾ വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും കേർവ് ലൈൻസാണ്. അതാണ് ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അടുത്തത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും ഇതുപോലെ ഒരു ഗ്രിഡും ഉപയോഗിച്ച് ബോക്സ് സ്ട്രക്ചർ പല പൊസിഷൻസിൽ വരച്ച് പഠിക്കാം. ഗ്രിഡ് ഇല്ലാതെയും ചെയ്യാം. ഇൻ്റർനെറ്റിൽ ഇതുപോലത്തെ ഗ്രിഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. പേപ്പറിൻ്റെ പൊസിഷൻ മാറാതിരിക്കാനായിട്ട് ആദ്യം വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കാം. വാനിഷിംഗ് പോയിൻറ്റ് 1, 2, 3, 4, 5 മാർക്ക് ചെയ്യാം. ഗ്രിഡിൽ ശ്രദ്ധിച്ചാൽ അറിയാം വെർട്ടിക്കൽ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും കേർവ് ലൈൻസാണ്. വാനിഷിംഗ് പോയിൻറ്റ് 5ലേക്ക് പോകുന്ന ലൈൻസ് മാത്രമാണ് സ്ട്രെയിറ്റ് ലൈൻസ്. ബോക്സിൻ്റെ ഫേസ് ആദ്യം വരയ്ക്കാം. ശേഷം വാനിഷിംഗ് പോയിൻറ്റ് 5ലേക്ക് റഫറൻസ് ലൈൻസ് വരയ്ക്കാം. ബോക്സിന് എത്രത്തോളം നീളം വേണം അതനുസരിച്ചുള്ള ലൈൻസുകൾ വരച്ച് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ പെൻസിൽസ് വെച്ചാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആ ലൈൻസുകൾ കൃത്യമായിട്ട് കാണാം. പെൻസിലിൻ്റെ ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ പെൻ ഉപയോഗിച്ച് ആ ഡ്രോയിങ് ക്ലിയർ ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഷെയ്ഡിങ് കൊടുത്ത് അത് കൂടുതൽ മനോഹരമാക്കാം. ഇതുപോലെ ഐ ലെവലിന് മുകളിലും താഴെയും അതുപോലെ സൈഡിലുമായിട്ട് പലതരത്തിലുള്ള ബോക്സ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക.
ഇവിടെ പലതരത്തിലുള്ള 6 ബോക്സ് വരച്ചു. ഇതുപോലെ കൂടുതൽ ബോക്സുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ ബോക്സ് വരച്ചു. അത് 5 പോയിൻറ്റ് പെർസ്പെക്റ്റീവിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടു. അതുപോലെ ഗ്രിഡ് ഉപയോഗിച്ച് കുറച്ച് ബോക്സുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്തു. 4 പോയിൻറ്റ് പെർസ്പെക്റ്റീവും 5 പോയിൻറ്റ് പെർസ്പെക്റ്റീവിലെയും ബോക്സ് സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. 4 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ കോർണർ വ്യൂ ആണ് കിട്ടുന്നതെങ്കിൽ 5 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ ബോക്സ് സ്ട്രക്ചറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ 5 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ ഒരു ഡ്രോയിങ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.